ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഈ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് രൂപീകൃതമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പം നമ്മൾ ഇത് പഠിക്കുന്നത് എക്സോജനറ്റിക് ഫോഴ്സസിൻ്റെ അണ്ടറിലാണ്. എക്സോജനറ്റിക് ഫോഴ്സസിനകത്ത് വെതറിങ്ങും മാസ് മൂവ്മെൻറ്റും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇറോഷണൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസ്, ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജിയോമോർഫിക് ഏജൻസിനെ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സുമാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് റിവർ വരുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ, വേവ് ആൻഡ് കറൻസ്, എയോലിയൻ ദാറ്റ് മീൻ വിൻഡ്, ദെൻ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ്. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിനകത്ത് ആദ്യത്തെ ഒരു സെക്ഷനാണ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായ ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലൂവിയസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻ റിവർ എന്നുള്ളതാണ് ഫ്ലൂവിയസ് എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ റിവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ആദ്യമായിട്ട് അതിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂവിയൽ ഇറോഷനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇറോഷണൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് ദ ഇറോഷണൽ പ്രോസസ് അസോസിയേറ്റഡ് വിത്ത് റിവേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും 4 ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഹൈഡ്രേഷൻ ആണ്. ഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവറിനകത്ത് വരുന്നതായിട്ടുള്ള വാട്ടർ അതിന് അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ റിവറിനകത്തുള്ളതായ റോക്കിലെ മിനറൽസ് അബ്സോർബ് ചെയ്തുകൊണ്ട് അതിനകത്ത് വരുന്ന കെമിക്കൽ ആയിട്ടുള്ളൊരു ചേഞ്ചിനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് വാട്ടറിന് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനറൽസ് ആ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു ഇറോഷണൽ ആക്ടിവിറ്റീസ് നടക്കുകയും ചെയ്യുന്നു. ഇതാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ടേമും കൂടിയുണ്ട്. ഓക്കെ, ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ആയിട്ടുള്ള ആക്ഷൻ ആണ്. അതായത് ഇപ്പോൾ റണ്ണിങ് വാട്ടറിൻ്റെ ഫോഴ്സ് കൊണ്ട്, ഓക്കെ, ആ റണ്ണിങ് വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ കൊണ്ട് റോക്കുകൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇറോഷണൽ ആക്ടിവിറ്റീസിനെ, ഫ്ലൂവിയൽ ഇറോഷണൽ ആക്ടിവിറ്റീസിനെ സ്വാധീനിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഹൈഡ്രേഷനും ഹൈഡ്രോളിക് ആക്ഷനും, ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. റണ്ണിങ് വാട്ടറിൻ്റെ ഒരു പവർ, അത് എക്സേർട്ട് ചെയ്യുന്ന പവർ റോക്കിൽ ക്രാക്സ് ഉണ്ടാക്കുകയും അത് വെതേർഡ് ആവുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന മറ്റ് 2 ടേമുകളാണ് കൊറേഷൻ ആൻഡ് കൊറോഷൻ. ഓക്കെ, അപ്പോൾ ഇത് പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും മാറിപ്പോകുന്നൊരു വാക്കുകളാണ് കൊറേഷനും കൊറോഷനും. ഓക്കെ, അപ്പോൾ കൊറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെമിക്കൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, കൊറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെക്കാനിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഹൈഡ്രേഷനും ഹൈഡ്രോളിക് ആക്ഷനും പോലെ തന്നെ കൊറേഷനും കൊറോഷനും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കൊറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ആണ്. ദാറ്റ് മീൻ കെമിക്കൽ ആയിട്ടുള്ളൊരു റിയാക്ഷൻ കാരണം അവിടെ വെതറിങ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൊറോഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ കൊറേഷൻ ഓർ അബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവർ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള മെറ്റീരിയൽസ് പരസ്പരം കൂട്ടിമുട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ചേഞ്ചസിനെയാണ് കൊറേഷൻ ഓർ അബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അബ്രേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് ലാറ്ററൽ അബ്രേഷനും ഉണ്ട്, വെർട്ടിക്കൽ അബ്രേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലാറ്ററൽ അബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ വാലിനെ വൈഡൻ ചെയ്യുന്ന പ്രോസസ്സുകളാണ് ലാറ്ററൽ അബ്രേഷൻ. ദാറ്റ് മീൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നുണ്ടാവുക. സോ റിവർ വാലി വൈഡനിങ് ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. വെർട്ടിക്കൽ അബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവറിൻ്റെ ആഴം കൂടുന്നതായിട്ടുള്ള പ്രോസസ്സുകളാണ്. സോ വാലി ഡീപ്പനിങ് നടത്തുന്നത് വെർട്ടിക്കൽ അബ്രേഷനും വാലി വൈഡനിങ് നടത്തുന്നത് ലാറ്ററൽ അബ്രേഷനുമാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. കൊറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രേഷൻ ആണ്. ദാറ്റ് മീൻ വാട്ടർ സോളിഡ് റിവർ ലോഡ് സ്ട്രൈക്കിംഗ് അഗെയിൻസ്റ്റ് റോക്സ് ആൻഡ് വിയറിംഗ് ദം ഡൗൺ ആണ് കൊറേഷൻ ഓർ അബ്രേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന അട്രീഷൻ ആണ്. അട്രീഷൻ എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. അപ്പോൾ ഈ അട്രീഷനും കൊറേഷനും നമുക്ക് മാറിപ്പോകരുത്. അതിൻ്റെ പ്രോസസ്സുകൾ ചിലപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
റിവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്ന അട്രീഷൻ. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞത് ചെറിയൊരു മാറ്റം വരുത്തുന്നു. അട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് റിവർ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നത് അട്രീഷൻ ആണ്. കൊറേഷൻ ഓർ അബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവർ കൊണ്ടുവരുന്ന മെറ്റീരിയൽ അവിടെയുള്ളതായ അതിൻ്റെ റിവർ സൈഡിലേക്കോ റോക്കിലേക്കോ ഇടിച്ചുകൊണ്ട് വെതേർഡ് ആവുന്നതാണ് കൊറേഷൻ ഓർ അബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഇറോഷൻ ആണ്. ഇത് റിവർ ബെഡിൽ അതിൻ്റെ ബാങ്ക്സിൽ ഈ ഒരു ലോഡ് പ്രഷർ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ആ റിവർ ബെഡ്സിലോ അതിൻ്റെ ബാങ്ക്സിലോ ഇടിച്ച് ഉണ്ടാവുന്ന വെതറിംഗ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ റിവർ ബെഡ്സിലും ബാങ്ക്സിലും ഈ മെറ്റീരിയൽസ് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു ഫോഴ്സാണ് അവിടെ വരുന്നതെങ്കിൽ അത് വാലി വൈഡനിങ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അതാണ് ലാറ്ററൽ അബ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മെറ്റീരിയൽസ് ഒരു യൂത്ത്ഫുൾ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് റിവറിൻ്റെ അണ്ടർഗ്രൗണ്ട്, ദാറ്റ് മീൻ റിവറിൻ്റെ വാലിയെ ഡീപ്പൺ ചെയ്യുന്നതിനായിരിക്കും അത് സഹായിക്കുന്നുണ്ടാവുക. അവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു അബ്രേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ലൂവിയൽ ഇറോഷണൽ ആക്ഷനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 4 ഫോഴ്സസിനെ കുറിച്ചാണ്. ഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽസ്, റോക്കിനകത്തുള്ള മിനറൽസ് വാട്ടർ അബ്സോർബ് ചെയ്തുകൊണ്ട് കെമിക്കൽ ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നതിനെ ഹൈഡ്രേഷൻ എന്ന് വിളിക്കുന്നു. ദെൻ അടുത്തത് കൊറോഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ്. കൊറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചേഞ്ചസിനെയാണ് കൊറോഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന മെറ്റീരിയൽസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന വെതറിങ്ങിനെയാണ് നമ്മൾ അട്രീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അട്രീഷന് ശേഷം വരുന്ന ഒന്നാണ് കൊറേഷൻ ഓർ അബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊറേഷൻ അല്ലെങ്കിൽ അബ്രേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അത് റിവർ ബാങ്ക്സിലോ അല്ലെങ്കിൽ റിവറിൻ്റെ ബെഡ്സിലോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയൽസ് വന്ന് ഇടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യപ്പെടുകയും അങ്ങനെ ആ ഒരു ഇറോഷൻ പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അബ്രേഷൻ എന്ന് വിളിക്കുന്നു. ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ഇത് വാലി വൈഡനിങ്ങിന് കാരണമാകും. ഇതിനെ ലാറ്ററൽ അബ്രേഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഇത് വെർട്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു ഫോഴ്സ് നടക്കുന്നതെങ്കിൽ ഇതിനെ വാലി ഡീപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ റണ്ണിങ് വാട്ടർ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ആണ് മിക്കവാറും ഇത്തരത്തിലുള്ള ഇറോഷണൽ ആക്ടിവിറ്റീസിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പം ഈ റിവർ കൊണ്ടുവരുന്ന മെറ്റീരിയൽസിനെ അതിൻ്റെ ലോഡ്സിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 3 ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ് റണ്ണിങ് വാട്ടർ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെറ്റീരിയൽസ് ക്യാരിഡ് ഇൻ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ മിനറൽസ് ഡിസോൾവ് ചെയ്ത് വരുന്ന മിനറൽസിനെ ക്യാരി ചെയ്ത് റിവർ വരാറുണ്ട്. ദെൻ മെറ്റീരിയൽസ് ക്യാരിഡ് ഇൻ സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ എന്ന് പറയുന്ന സമയത്ത് ഇത് നമ്മുടെ സാൻഡും സിൽട്ട് പോലെയുള്ള വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന മെറ്റീരിയൽസിനെ അത് ക്യാരി ചെയ്ത് കൊണ്ടുവരാറുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ ഹെവിയർ ആൻഡ് കോഴ്സർ ആയിട്ടുള്ള മെറ്റീരിയൽസിനെയും റിവർ കൊണ്ടുവരാറുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ റോക്സ്, ബോൾഡേഴ്സ് ഇങ്ങനെയുള്ളതും കൊണ്ടുവരാറുണ്ട്. ഇതിനെ ട്രാക്ഷൻ ലോഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ റണ്ണിങ് വാട്ടർ പ്രധാനമായിട്ടും കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് ഒന്ന് മിനറൽസിനെ ഡിസോൾവ് ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ട്. ഇത് മെറ്റീരിയൽസ് ക്യാരിഡ് ഇൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ദെൻ വാട്ടറിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള സാൻഡ്, സിൽട്ട് പോലുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാറുണ്ട്. അതല്ലാതെ ഇപ്പം ഹെവിയർ ആൻഡ് കോഴ്സർ ആയിട്ടുള്ള മെറ്റീരിയൽസ്, റോക്സ്, ബോൾഡേഴ്സ് അങ്ങനെയുള്ള ട്രാക്ഷൻ ലോഡുകളും റണ്ണിങ് വാട്ടർ ക്യാരി ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് റിവറിനകത്ത് ഹൈഡ്രേഷനും കൊറോഷനും അട്രീഷൻ ആൻഡ് അബ്രേഷന് വിധേയമായിട്ട് അവിടെ ഇറോഡഡ് മെറ്റീരിയൽസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതാണ് അട്രീഷൻ പഠിച്ചു, അബ്രേഷൻ, സൊല്യൂഷൻ, ഹൈഡ്രോളിക് ആക്ഷൻ ആൻഡ് ഹൈഡ്രേഷൻ. ഇത്രയും പ്രോസസ്സുകളാണ് റിവറിൻ്റെ ഇറോഷന് കാരണമാകുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്ലൂവിയൽ സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഫ്ലൂവിയൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എൻറ്റയർ ആയിട്ടുള്ള ഒരു ഫ്ലൂവിയൽ സിസ്റ്റത്തെയും നമുക്ക് 3 സെക്ഷൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഇവിടെ റിവറിന് വളരെയധികം എനർജി കൂടുതലായതുകൊണ്ട് തന്നെ
വെരി സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ലോപ്പിലാണ് ഇത് ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഇറോഷണൽ ആക്ടിവിറ്റീസ് ആണ് ആദ്യത്തെ മേഖലകളിൽ നടക്കുന്നത്. ഇനി സോൺ 2-ലാണെന്നുണ്ടെങ്കിൽ ഇത് ഫൂട്ട് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് ആണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഇറോഷനും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ചെറിയ ലെവലിൽ ഒരു ലാറ്ററൽ ഇറോഷനും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സോൺ ആകുമ്പോഴത്തേക്കും റിവറിൻ്റെ എനർജി മുഴുവനായിട്ട് നഷ്ടപ്പെടുകയും അത് മുകളിൽ നിന്നും ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന മെറ്റീരിയൽസിനെ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു പ്രേരണയുമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ റിവറിന് ഉണ്ടാവുക. സോ ഇത് റിവർ മൗത്തിൻ്റെ നിയറിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് ഡെപ്പോസിഷണൽ സോൺ എന്നാണ് നമ്മളിതിനെ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഡെപ്പോസിഷണൽ സോണ് വളരെ ജെൻറ്റിൽ സ്ലോപ്പ് ആയിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഡെപ്പോസിഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡ് വാട്ടേഴ്സിൻ്റെ ഭാഗത്തും ട്രാൻസ്ഫർ സോണിലും ഡെപ്പോസിഷണൽ സോണിലും രൂപീകൃതമാകുന്നതായ ലാൻഡ് ഫോംസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം റിവറിൻ്റെ ഫോഴ്സ്, അതിൻ്റെ എനർജിയിൽ ഈ മൂന്ന് മേഖലകളിലും വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ആ വ്യത്യാസത്തിനനുസരിച്ച് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോമിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ ഷേപ്പിലും അതിൻ്റെ ഡെപ്തിലും എല്ലാം തന്നെ കൃത്യമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയാറുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഈ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസിൻ്റെ ഇറോഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ചെറിയ ചില ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ലാൻഡ് ഫോമിനകത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തതാണ് സ്പ്ലാഷ് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്ലാഷ് ഇറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഡ്രോപ്സിൻ്റെ ഇമ്പാക്റ്റ് കാരണം രൂപീകൃതമാകുന്ന ഫ്ലൂവിയൽ ലാൻഡ് ഫോമാണ് ഒരു സ്പ്ലാഷ് ഇറോഷൻ എന്ന് പറയുന്നത്. അതായത് റെയിൻ ഡ്രോപ്സ് മണ്ണിൽ ആദ്യമായിട്ട് വീഴുന്ന സമയത്ത് അവിടെ അഗ്രഗേറ്റ് ചെയ്ത് കിടക്കപ്പെടുന്ന സോയിലുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് മീൻ സോയിലിൻ്റെ പാർട്ടിക്കിൾസ് റെയിൻ ഡ്രോപ്സ് വരുന്നതോടുകൂടി ഡിറ്റാച്ച് ചെയ്യുകയും സ്കാറ്റേർഡ് ആവുകയും ചെയ്യുന്നു. ഇതോടുകൂടി സോയിൽ ഒന്ന് ലൂസ് ആവുന്നു. ഓക്കെ, അപ്പം മഴ വരുന്ന ആദ്യത്തെ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് സ്പ്ലാഷ് ഇറോഷൻ എന്ന് പറയുന്നത്. സ്പ്ലാഷ് ഇറോഷൻ കാരണം അവിടുത്തെ സോയിൽ ഒന്ന് ലൂസ് ആവുന്നു എന്നുള്ളതാണ്. ഇനി ഇത് രണ്ടാമത്തൊരു ഇത് കുറച്ചുകൂടെ സ്പ്ലാഷ് ഇറോഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ലാൻഡിന് ഈ റെയിൻഫോളിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിയും. ഓക്കെ, അപ്പം എല്ലാ ലാൻഡിനും വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റിയെ നമ്മൾ ഇൻഫിൽട്രേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ റെയിൻഫോള് കൂടുന്ന സമയത്ത് ലാൻഡിൻ്റെ ഇൻഫിൽട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് എക്സീഡ് ചെയ്യുകയും വാട്ടർ വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ഈ ഫ്ലോ എന്ത് ചെയ്യും, ടോപ്പ് സോയിൽസിനെ വളരെ സ്ലോ ആയിട്ട് വാഷ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, ടോപ്പ് സോയിൽസ് പോയി കഴിഞ്ഞാൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കണം. കാരണം അതിൻ്റെ വേരുകൾ ഇത്തരത്തിലുള്ള ഷീറ്റ് ഇറോഷനിൽ നിന്നും ടോപ്പ് സോയിൽ ഇറോഡ് ചെയ്ത് പോകുന്നതിൽ നിന്നും സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം സ്പ്ലാഷ് ഇറോഷൻ്റെ സമയത്ത് റെയിൻ ഡ്രോപ്പ് ആദ്യമായിട്ട് എത്തുന്നേ ഉള്ളൂ. ലാൻഡിന് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അവിടെ സോയിൽ ലൂസ് ആവുകയേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസ് ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെ മഴ കൂടുന്ന സമയത്ത് അവിടെ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അത് റെയിൻഫോൾ എക്സീഡ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ വാട്ടർ വളരെ തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് ഫ്ലോ ചെയ്യുകയും ഇത് ടോപ്പ് സോയിൽസിനെ സ്ലോലി വാഷ് ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ സോയിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഷീറ്റ് ഇറോഷൻ വളരെ കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഷീറ്റ് ഇറോഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ രൂപീകൃതമാകുന്ന ചെറിയ ചാനൽസിനെയാണ് നമ്മൾ റിൽ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. റെയിൻഫോൾ വരുന്നു, സ്പ്ലാഷ് ഇറോഷൻ ആദ്യം നടക്കുന്നു, ദെൻ അത് കഴിഞ്ഞ് ഷീറ്റ് ഇറോഷൻ നടക്കുന്നു. ഷീറ്റ് ഇറോഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സമയത്ത് ചെറിയ തരത്തിലുള്ള ചാനലുകൾ അവിടെ രൂപീകൃതമാകുന്നു. ദാറ്റ് മീൻസ് സ്മോൾ ആയിട്ടുള്ള സ്ട്രീംസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് റിൽ എന്ന് വിളിക്കുന്നത്. ഇനി റില്ലിൻ്റെ കുറേ റില്ലുകൾ ഒരുമിച്ച് ചേർന്നിട്ട് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള ഒരു ചാനൽ രൂപീകൃതമാകുകയാണെങ്കിൽ അതിനെ ഗല്ലീസ് എന്ന് വിളിക്കുന്നു. ഈ ഗല്ലീസ് കുറേ വർഷങ്ങൾ എടുത്ത് കഴിയുമ്പം ഇത്തരത്തിലുള്ള വാലീസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു റെയിൻഫോൾ ഒരു ലാൻഡിൻ്റെ ഫീച്ചറിൽ വരുത്തുന്ന ആ മാറ്റം കൃത്യമായിട്ട് നമുക്കിതിൽ നിന്നും വിസിബിൾ ആണ്. ആദ്യം മഴ പെയ്യുന്നു, മണ്ണൊന്ന് ലൂസാവുന്നു, ഇതിനെ നമ്മൾ സ്പ്ലാഷ് ഇറോഷൻ എന്ന് വിളിക്കുന്നു. ഈ ലൂസായ മണ്ണ് വീണ്ടും മഴ പെയ്യുന്നു, ഇൻഫിൽട്രേഷൻ അത് എക്സീഡ് ചെയ്യുന്നു, ആ ടോപ്പ് സോയിൽ ഇറോഡ് ചെയ്ത് പോകുന്നു, ഇതിനെ നമ്മൾ ഷീറ്റ് ഇറോഷൻ എന്ന് വിളിക്കുന്നു. ആൻഡ്
ഈ ഇറോഡ് ചെയ്ത് പോകുന്ന സമയത്ത് ചെറിയ ചാനൽസ് രൂപീകൃതമാകുന്നതിനെ റിൽ എന്ന് വിളിക്കുന്നു. റില്ലിൻ്റെ കുറച്ചുകൂടെ വലിയ ഡെപ്ത് ആയിട്ടുള്ള ചാനൽസിനെ നമ്മൾ ഗല്ലീസ് എന്നും ഗല്ലീസിൻ്റെ വലിയൊരു ഫോമിനെ നമ്മൾ വാലി ആയിട്ടും കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഇറോഷൻ കാരണം രൂപീകൃതമാകുന്ന പ്രധാനപ്പെട്ട ഒരു ലാൻഡ് ഫോമാണ് ഗോർജ് അല്ലെങ്കിൽ ഐ ഷേപ്ഡ് വാലി എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പല പുസ്തകങ്ങളിലും നമുക്കിത് ഗോർജിനെ ഐ ഷേപ്ഡ് വാലി ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം അത് കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ലോപ്പായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൽഫബറ്റിൽ ഐനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഗോർജുകളെ നമ്മൾ ഐ ഷേപ്ഡ് വാലി എന്നും കൂടി വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഹാർഡ് റോക്സിലാണ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലും ബോട്ടത്തിലും ഈക്വൽ ആയിട്ടുള്ള ഒരു വിഡ്ത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഗോർജ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ വിത്ത് അറ്റ് ഇറ്റ്സ് ടോപ്പ് ആസ് വെൽ ആസ് ഇറ്റ്സ് ബോട്ടം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് വിസിബിൾ ആയിട്ടുള്ള ഒരു വിഡ്ത്ത് ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ഈക്വൽ ആയിട്ടുള്ള ഒരു വിഡ്ത്താണ് അവർ ഗോർജിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഐ ഷേപ്ഡ് ആയിട്ടുള്ള വാലീസിനെയാണ് ഗോർജസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ഫോമാണ് കാനിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗോർജിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു വിഡ്ത്താണ് ഉള്ളതെങ്കിൽ കാനയോൺ എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പിൽ കുറച്ചുകൂടെ വൈഡറും ബോട്ടത്തിൽ കുറച്ചുകൂടെ ടോപ്പിനെക്കാളും ചെറിയൊരു വിഡ്ത്തിൽ വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കാനയോണും സ്റ്റെപ്പ് ലൈക്ക് സൈഡ് സ്ലോപ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ബെഡഡ് സെഡിമെൻ്ററി റോക്കിനകത്താണ്. യുഎസ്ഒയിലെ കൊളാർഡോ റിവറിനകത്ത് വരുന്ന ഗ്രാൻഡ് കാനിയോൺ ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോർജും കാനിയോണിൻ്റെയും ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഗോർജ് എന്ന് പറയുന്നത് ഹാർഡ് റോക്സിനാൽ ഫോം ചെയ്യപ്പെടുന്നതാണ്. സോ ഐ ഷേപ്ഡ് ആണ് അതിനവിടെ ഉണ്ടാവുക. ഓക്കെ, ഗോർജിൽ ഇവിടെ കറക്റ്റ് ഒരു ഐ ഷേപ്പ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫോർ എക്സാമ്പിൾ മധ്യപ്രദേശിലെ നർമ്മദ റിവറിലുള്ള ഗോർജ് അതിനൊരു എക്സാമ്പിളാണ്, ഗോർജിനുള്ളൊരു എക്സാമ്പിളാണ്. കാനയോണിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ ബെഡഡ് ആയിട്ടുള്ള സെഡിമെൻ്ററി റോക്സിലാണ് രൂപീകൃതമാകുന്നത്. അതിൻ്റെ സൈഡ് സ്ലോപ്പുകൾ ഓക്കെ, അത് സ്റ്റെപ്പ് ലൈക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് ലൈക്ക് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് കാനയോൺസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഗോർജും കാനയോണും ഏകദേശം സിമിലർ ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ അത് ഒരു വ്യത്യാസം മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഗോർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഷേപ്ഡ് ആണ്, അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കാനയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും എങ്ങനെയായിരിക്കും, ഒരു ഐ ഷേപ്ഡ് ആയിട്ടല്ല, ജസ്റ്റ് സ്റ്റെപ്പ് ലൈക്ക് ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആന്ധ്രയിലെ ഗന്ദിക്കോട്ട കാനിയോൺസ് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. ഇനി വി ഷേപ്ഡ് വാലിയാണ്. ഇതും ഓൾമോസ്റ്റ് ഒരു ഗോർജസിൻ്റെ പോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ രണ്ട് സൈഡും ഉള്ള ആ ഒരു ഫീച്ചറിന് വീൻ്റെ ഇംഗ്ലീഷ് ആൽഫബറ്റ് വീൻ്റെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം വി ഷേപ്ഡ് വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ അതിൻ്റെ യൂത്ത്ഫുൾ സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ രൂപീകൃതമാക്കുന്നത്. ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ് വീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വി ഷേപ്ഡ് വാലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗോർജും കാനയോണും ഒക്കെ പോലെ തന്നെയുള്ള ഒരു ഫീച്ചറാണ്. അതേ ആക്ടിവിറ്റീസ് തന്നെയാണ് ഈ വി ഷേപ്ഡ് വാലിയുടെ പ്രോസസ്സിനകത്തും നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇന്റർലോക്കിംഗ് സ്പേഴ്സ് ആണ്. ഇന്റർലോക്കിംഗ് സ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം വി ഷേപ്ഡ് വാലിയിലൂടെ ഒരു റിവർ ഒഴുകുന്നു എന്ന് വിചാരിക്കുക. അതിനകത്ത് സോഫ്റ്റ് റോക്കും ഉണ്ടാവും ഹാർഡ് റോക്കും ഉണ്ടാവും. അപ്പോൾ റിവറിന് സോഫ്റ്റ് റോക്കിനെ ഇറോഡ് ചെയ്ത് പോവുകയും ഹാർഡ് റോക്കിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ബെൻഡ് ചെയ്ത് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് രൂപീകൃതമാകുന്ന ഒരു ഫീച്ചറാണ് ഇന്റർലോക്കിംഗ് സ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇമേജ് നോക്കിക്കഴിഞ്ഞാലാണ്, അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ഈ ഗോർജും കാനയോണും വി ഷേപ്ഡ് വാലിയും ഒക്കെ നമുക്ക് ഇമേജുകൾ നോക്കുമ്പോഴാണ് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇതൊരു റിവറാണ്. റിവർ ഫ്ലോ ചെയ്ത് വരുന്നു. ബാക്കിയുള്ള സ്ഥലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള റോക്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇറോഡ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഹാർഡ് റോക്കാണ് ഈ ഭാഗത്ത്. അപ്പോൾ അത് ബെൻഡ് ചെയ്ത് വരുന്നു. ദെൻ എഗെയിൻ ഹാർഡ് റോക്ക് വരുന്നു, ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഫോം ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോമിനെയാണ് നമ്മൾ ഇന്റർലോക്കിംഗ് സ്പർ എന്ന് വിളിക്കാറുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള വാട്ടർഫോൾസ് ആൻഡ് റാപ്പിഡ്സ് ആണ്. ഇതും ഒരു ഇറോഷണൽ ആയിട്ടുള്ള ഫീച്ചറാണ്. ഓക്കെ, അപ്പം ഇതും ഇമേജ് നോക്കിക്കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ ഇമേജ് എന്ന് പറയുന്നത് റാപ്പിഡ്സിൻ്റെ ഒരു ഇമേജ് ആണ്. ദെൻ രണ്ടാമത്തത് വാട്ടർഫാളിൻ്റെ ഒരു ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ റാപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ടേം സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള സ്ലോപ്പ് വളരെ ജെന്റിൽ ടു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണെങ്കിൽ അതിന് നമ്മൾ റാപ്പിഡ്സ് എന്നാണ് വിളിക്കാറുള്ളത്. വാട്ടർഫോൾസ് എന്ന് പറയുമ്പം ഇവിടെ വെർട്ടിക്കലായിട്ടാണ് വെള്ളം വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാസ്റ്റ് ഫ്ലോയിങ് ആണ് വാട്ടർ എങ്കിൽ ഇവിടെ വെർട്ടിക്കലായിട്ടാണ് വെള്ളം താഴോട്ട് വീഴുന്നു. വളരെ വെരി സ്റ്റീപ്പ് ആൻഡ് സഡൻ ആയിട്ടുള്ള ഒന്നാണ് വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർഫോൾസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് വെർട്ടിക്കലി ഫ്ലോ ചെയ്യുന്നു. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് ജെന്റിൽ ടു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഇതാണ് വാട്ടർഫോൾസും റാപ്പിഡ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി റിവറിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ രൂപീകൃതമാകുന്ന ഒരു ഫീച്ചറാണ് പോർട്ട് ഹോൾസ് എന്ന് പറയുന്നത്. അതായത് റിവർ വാലീസിൽ വളരെ സർക്യുലർ ആൻഡ് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ചെറിയ ചെറിയ ഹോളുകൾ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഹോളുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചിലപ്പം ഈ ഒരു വാട്ടറിൻ്റെ ഫ്ലോ കാരണം ചെറിയൊരു സ്മോൾ ഡിപ്രഷൻ ഉണ്ടാവുമായിരിക്കും. ഹാർഡ് റോക്ക് ഇറോഡ് ചെയ്തിട്ട് സോഫ്റ്റ് റോക്ക് ഇറോഡ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ഡിപ്രഷൻ ഉണ്ടാവുമായിരിക്കും. ഈ ഡിപ്രഷനിലേക്ക് റിവർ ക്യാരി ചെയ്ത് വരുന്നതായിട്ടുള്ള ട്രാക്ഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ദാറ്റ് മീൻ അത്യാവശ്യം വലിപ്പമുള്ള പെബിൾസോ ബോൾഡേഴ്സോ പോലുള്ള ലോഡ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഈ ഒരു ഹോളിനകത്തേക്ക് കയറുകയും ഇത് പരസ്പരം ഒരു അബ്രേഷണൽ പ്രോസസ്സ് അവിടെ നടക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന ചെറിയ സർക്യുലർ ആൻഡ് സിലിണ്ട്രിക്കൽ ഹോൾസിനെയാണ് പോർട്ട് ഹോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പോർട്ട് ഹോൾസ് ചിലപ്പം ചെറിയ സെൻറ്റിമീറ്റേഴ്സ് മുതൽ വലിയ ഡയാമീറ്റർ വരെ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ആഴം എത്രയാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം എത്രയാണെന്നോ കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സോ പോർട്ട് ഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സർക്യുലർ ഓർ സിലിണ്ട്രിക്കൽ ഹോൾസ് ആണ്. റിവർ വാലീസിൻ്റെ റോക്കി ബെഡ്സിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അബ്രേഷൻ്റെ പ്രോസസ്സ് കാരണമാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹോളുകൾ രൂപീകൃതമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ടർഫോൾസിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ള ഈ പ്ലെഞ്ച് പൂൾസിൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാവുന്നതാണ് പോർട്ട് ഹോൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്ലെഞ്ച് പൂൾ എന്ന് നമുക്ക് നോക്കാം. വാട്ടർഫോളിൻ്റെ തൊട്ട് താഴെയായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതായ വളരെ ലാർജ് ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള ബൗൾ ഷേപ്ഡ് ഡിപ്രഷനെയാണ് പ്ലെഞ്ച് പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു ചെറിയൊരു കുളം പോലെയോ അങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ ഇമാജിൻ ചെയ്ത് വെക്കേണ്ടത്. വാട്ടർഫോളിൻ്റെ തൊട്ട് താഴെ, വാട്ടർഫോൾ എന്ന് പറയുമ്പം വളരെ ഇൻറ്റൻസ് ആയിട്ട് വെള്ളം താഴോട്ട് വീഴണം. അപ്പോൾ അതിൻ്റെ താഴെ സ്വാഭാവികമായിട്ടും ആ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് വാലി ഡീപ്പനിങ് നടന്നിട്ട് അവിടെ ചെറിയൊരു ലാർജ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ബൗൾ ഷേപ്ഡ് ഡിപ്രഷൻ രൂപീകൃതമാകുന്നുണ്ട്. ഇതിനെയാണ് പ്ലെഞ്ച് പൂൾ എന്ന് പറയുന്നത്. പ്ലെഞ്ച് പൂളും പോർട്ട് ഹോൾസും നമുക്ക് ഒരിക്കലും മാറിപ്പോകരുത്. പോർട്ട് ഹോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ വളരെ ചെറുതായിട്ടുള്ള സർക്യുലർ ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിപ്രഷൻസ് ആണ്. ഇത് അബ്രേഷൻ ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും വെർട്ടിക്കൽ അബ്രേഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പ്ലെഞ്ച് പൂളിലും വെർട്ടിക്കൽ അബ്രേഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ തൊട്ട് താഴെയായിട്ട്, ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾസിൻ്റെ തൊട്ട് താഴെയായിട്ട് രൂപീകൃതമാകുന്നതായ ഒരു ഡിപ്രഷനാണ്, ചെറിയൊരു ഡിപ്രഷനെയാണ് നമ്മൾ പ്ലെഞ്ച് പൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മുന്നേ കാണിച്ച ഇമേജിലാണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വാട്ടർഫോൾസിൻ്റെ താഴെ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ഡിപ്രഷനാണ് പ്ലെഞ്ച് പൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോർട്ട് ഹോൾസും പ്ലെഞ്ച് പൂൾസും നമുക്ക് ഒരിക്കലും മാറിപ്പോകരുത് എന്നുള്ളതാണ്. then അടുത്തത് വളരെ ലാർജ് ആയിട്ടുള്ള റിവേഴ്സിനകത്ത് രൂപീകൃതമാകുന്ന വാട്ടർഫോൾസിനെയാണ് നമ്മൾ കാട്രാക്ട് എന്ന് പറയുന്നത്. ഇത് വളരെയധികം പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ഈ കാട്രാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോർമൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോളിനെ അപേക്ഷിച്ച് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ മൂവ്മെൻ്റ് ആണ് കാട്രാക്ട്സിനകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പം റാപ്പിഡ്സും കാട്രാക്ട്സും വാട്ടർഫോൾസും നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. വളരെ ലാർജ് ആയിട്ടുള്ള റിവറിൽ, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിവറിൽ നടക്കുന്ന ഒന്നാണ് നമ്മുടെ കാട്രാക്ട് എന്ന് പറയുന്നത്. റാപ്പിഡ്സ് എന്ന് പറയുമ്പം ജെന്റിൽ സ്ലോപ്പിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ഫാസ്റ്റ് ആൻഡ് റാപ്പിഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ റാപ്പിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇറോഷണൽ ആക്ടിവിറ്റീസിൽ വരുന്ന ഒന്നാണ് ഇൻസൈസ്ഡ് മിയാൻഡേഴ്സ്. ഓക്കെ, അപ്പം മിയാൻഡേഴ്സ് എന്നുള്ളൊരു ടേം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലത് ഇറോഷണൽ ആക്ടിവിറ്റീസ് ആണോ അതോ ഡെപ്പോസിഷനാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻസൈസ്ഡ് മിയാൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ
ഇൻസൈസർ മിയാൻഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഇമേജ് കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവുക. ഒരു ഇൻസൈസർ മിയാൻഡർ എന്താണ്, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു മിയാൻഡറിങ് എന്താണ് എന്നുള്ളത്. അപ്പം ഗോർജസും കാനിയോൺസും ഒക്കെ രൂപീകൃതമാകുന്ന പോലെ തന്നെ അത്രയും ഡെപ്തിൽ ഒരു റിവർ വേവ് ലൈക്ക് പാറ്റേണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻസൈസർ മിയാൻഡർ എന്നാണ് പറയുക. ഓക്കെ, അപ്പം ഒരു നോർമൽ ആയിട്ടുള്ള മിയാൻഡറും ഒരു ഇൻസൈസർ മിയാൻഡറും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ പുറകിലുള്ള ഫിനോമിന എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻസൈസർ മിയാൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു റിവർ റിജുവിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ടെക്ടോണിക് മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പം റിവർ റിജുവിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു റിവർ വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു, അത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ആ റിലേറ്റീവ് സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും അവിടെ എന്തെങ്കിലും ഒരു ടെക്ടോണിക് അപ്ലിഫ്റ്റ്മെൻറ്റോ അതല്ലെങ്കിൽ യൂസ്റ്റാറ്റിക് ഫോളോ, ദാറ്റ് മീൻ യൂസ്റ്റാറ്റിക് ഫോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ലെവലിൽ ഉണ്ടാവുന്ന ഗ്ലോബൽ ആയിട്ടുള്ള ചേഞ്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഗ്ലോബൽ ആയിട്ടൊരു ചേഞ്ചോ പ്രധാനമായിട്ടും ടെക്ടോണിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റിവറിന് മുന്നോട്ട് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുവരെ സ്റ്റോപ്പ് ചെയ്തിരുന്ന ഇറോഷണൽ ആക്ടിവിറ്റീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രൂപീകൃതമാകുന്നതായ ഒരു ലാൻഡ് ഫോമാണ് ഇൻസൈസർ മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് ഇറോഷൻ ആണ് ഇൻസൈസർ മിയാൻഡേഴ്സിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊരു റിവർ റിജുവിനേഷനുമായി ബന്ധപ്പെട്ട്, അപ്പോൾ റിജുവിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേമിൽ തന്നെ ഒരു പുനരുജ്ജീവനം എന്നൊക്കെയാണ് മലയാളത്തിൽ ആ ഒരു ടേമിന് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ റിവർ കംപ്ലീറ്റ്ലി അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നിർത്തി വളരെയധികം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും വീണ്ടും അതെന്ത് ചെയ്യുന്നു, ഇറോഷനും മറ്റുള്ള ആക്ടിവിറ്റീസും നടത്തുന്നെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസൈസർ മിയാൻഡേഴ്സ് എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇൻസൈസർ മിയാൻഡേഴ്സ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് എൻട്രെഞ്ചഡ് മിയാൻഡേഴ്സും ഉണ്ട്, ദെൻ ഇൻഗ്രൗണ്ട് മിയാൻഡേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻട്രെഞ്ചഡ് മിയാൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലി സൈഡുകൾ വളരെയധികം സിമെട്രിക്കലും ഡൗൺ കട്ടിങ് വളരെയധികം റാപ്പിഡുമായിട്ടുള്ള ലിറ്റിൽ ലാറ്ററൽ ഇറോഷൻസ് സംഭവിക്കുന്ന മേഖലയാണ് എൻട്രെഞ്ചഡ് മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഗ്രൗണ്ട് മിയാൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലി സൈഡ്സ് അസിമെട്രിക്കൽ ആയിരിക്കും, അവിടെ ലാറ്ററൽ ഇറോഷൻ ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എൻട്രെഞ്ചഡ് മിയാൻഡേഴ്സിനെ അപേക്ഷിച്ച് അത്ര ഡീപ്പല്ല എന്നുള്ളതുമാണ് ഈ ഒരു മിയാൻഡേഴ്സിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇൻസൈസർ മിയാൻഡർ, എന്താണ് നോർമൽ മിയാൻഡർ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും. ഇനി അടുത്തതാണ് സ്ട്രക്ചറൽ ബെഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റെപ്പ് ലൈക്ക് റിവറിൻ്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന സ്റ്റെപ്പ് ലൈക്ക് ആയിട്ടുള്ള ഒരു സീക്വൻസിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ബെഞ്ചായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ബെഞ്ചസ് ആയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇറോഷണൽ ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്നതാണ് ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ ബെഞ്ചുകൾ. ഓക്കെ, അപ്പോൾ ഇത് ഇമേജിൽ നമുക്ക് ക്ലിയർ ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇറോഷണൽ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാവുന്ന സ്റ്റെപ്പ് ലൈക്ക്ഡ് ഫോമാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്ട്രക്ചറൽ ബെഞ്ചസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ അടുത്ത റിവർ ടെറസസ് ആണ്. റിവർ ടെറസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും സ്റ്റെപ്പ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സർഫേസ് ആണ് റിവർ ടെറസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിവർ ടെറസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് റിവർ ടെറസസ് ആർ സ്റ്റെപ്പ് ലൈക്ക് ഫ്ലാറ്റ് സർഫേസ് ഫൗണ്ട് എലോങ് ദ സൈഡ്സ് ഓഫ് റിവർ വാലി റെപ്രസെൻറ്റിംഗ് ഫോമർ ഫ്ലഡ് പ്ലെയിൻസ്. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർമർ ആയിട്ടുള്ള ഒരു ഫ്ലഡ് പ്ലെയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് റിവർ ടെറസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് റിവർ ടെറസസുകളിൽ ഇപ്പോൾ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ റിവർ ഓരോ വട്ടവും അതിൻ്റെ മെറ്റീരിയൽസ് റിവറിൻ്റെ രണ്ട് സൈഡും ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് രൂപീകൃതമാകുന്ന ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് ലൈക്ക് പാറ്റേണിനെയാണ് അഗ്രഡേഷണൽ ടെറസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ അഗ്രഡേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ ഇറോഷണൽ ആക്ടിവിറ്റീസ് നടക്കുകയും ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ഇറോഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ടെറസസ് ഫോം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഡീഗ്രഡേഷണൽ ടെറസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ഈ ഇത്തരത്തിൽ ഡീഗ്രേഡ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടുള്ളൊരു സ്ലോപ്പിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ളൊരു ലെങ്ത് ആണുള്ളതെങ്കിൽ അതിന് നമ്മൾ പെയേർഡ് ടെറസസ്
എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അങ്ങനെയല്ല, രണ്ട് തരത്തിൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ളൊരു ഇറോഷണൽ റേറ്റ് ആണുള്ളതെങ്കിൽ അതിനെ അൺപെയർഡ് ടെറസസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ റിവർ ടെറസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഫ്ലഡ് പ്ലെയിൻ എബവ് റിവർ ലെവലാണ്. ഓക്കെ, അപ്പോൾ റിവർ ലെവലിൻ്റെ എബോവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഓൾഡ് ഫ്ലഡ് പ്ലെയിനിൽ നടക്കുന്ന ഇറോഷണൽ ആക്ടിവിറ്റീസ് കാരണമാണ് റിവർ ടെറസസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസിൻ്റെ ഡെപ്പോസിഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സിൽ ആദ്യം വരുന്ന ഒന്നാണ് അലൂവിയൽ ഫാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അലൂവിയൽ ഫാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്റ്റീപ്പ് സ്ലോപ്പിൻ്റെ ഇടയിൽ ഒഴുകുന്ന റിവർ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു മൗണ്ടൻ റേഞ്ച് ഒക്കെ ആണെന്ന് വിചാരിക്കുക. ഇതിനകത്തൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവും. അത് ക്യാരി ചെയ്ത് വരുന്ന മെറ്റീരിയൽസിനെ മുഴുവനായിട്ട് ഈ ഒരു ഷേപ്പിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് അലൂവിയൽ ഫാൻ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അലൂവിയൽ ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺ ഷേപ്പ്ഡ് ആയിട്ടുള്ള സെഡിമെൻസിൻ്റെ ഡെപ്പോസിറ്റ്സ് ആണ്. സ്പെസിഫിക്കലി അലൂവിയം, ഗ്രാവൽ, സാൻഡ് ആൻഡ് ഡെബ്രീസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ളൊരു സ്ട്രീം ഇപ്പം ഒരു കാനിയോൺസിൻ്റെയോ ഗോർജസിൻ്റെയോ ഒക്കെ ഇടയിലൂടെ ഒഴുകി വന്നതിന് ശേഷം ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിലേക്ക് അതിൻ്റെ മെറ്റീരിയൽസിനെ മുഴുവനായിട്ട് ഇജക്ട് ചെയ്യുന്നതിനെയാണ് അലൂവിയൽ ഫാൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കോൺ ഷേപ്പ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നതാണ് ഫ്ലഡ് പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഫ്ലഡ് പ്ലെയിൻസും ഫ്ലഡിൻ്റെ സമയങ്ങളിൽ റിവർ അത് ഒഴുകുന്ന ആ ഒരു നിത്യമായിട്ടുള്ള അതിൻ്റെ ബാങ്കിൽ നിന്നും ചിലപ്പോൾ ഓവർഫ്ലോ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് സിൽട്ടും സാൻഡ്, ക്ലേ പോലുള്ള മെറ്റീരിയൽസ് അതിൻ്റെ സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ ഫ്ലഡ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽസിൻ്റെ അളവ് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ വൈഡായിട്ടുള്ള ഫെർട്ടൈലായിട്ടുള്ള പ്ലെയിനുകൾ രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള പ്ലെയിനുകളിനെയാണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഇപ്പം പ്രസൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള വാലി ഫ്ലോർ ആണ് ഈ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇനി അത് ഓൾഡായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ഫ്ലഡ് പ്ലെയിനുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറോഷണൽ ആക്ടിവിറ്റീസിന് വിധേയമാവുകയാണെങ്കിൽ അത് റിവർ ടെറസസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പരസ്പരം കൺഫ്യൂസ്ഡ് ആയി പോകുന്ന പല ടേമുകളും ഉണ്ട്. ഇപ്പം ഗോർജ്, കാനയോണ്, പോർട്ട് ഹോൾസ്, പ്ലെഞ്ച് പൂൾസ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഇമേജ് സഹിതം പഠിക്കുക എന്നുള്ളതാണ് നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലഡ് പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് സിൽട്ടോ, സാൻഡോ, ക്ലേ പോലുള്ള ഡെപ്പോസിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻസ്ഡ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്ലഡിങ് വൈഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള പ്ലെയിന് രൂപീകൃതമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രസൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള വാലി ഫ്ലോറിനെയാണ് നമ്മൾ ഫ്ലഡ് പ്ലെയിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്നതാണ്. ഇനി ഡോബാണ്. ഡോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൺവേർജിങ് റിവേഴ്സിൻ്റെ ഇടയിൽ രൂപീകൃതമാകുന്നതായ ലാൻഡിനെയാണ് നമ്മൾ ഡോബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു റിവറാണെങ്കിൽ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് രൂപീകൃതമായിരിക്കുന്ന ലാൻഡിനെയാണ് നമ്മൾ ഡോബ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പം ഇത് സൗത്ത് ഏഷ്യയിൽ പർട്ടിക്കുലർലി ഇന്ത്യ ആൻഡ് പാകിസ്ഥാനിലാണ് ഡോബ് എന്ന് പറയുന്നൊരു ടേം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം ടങ്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് റിവറിൻ്റെ ഇടയിലുള്ള ഒരു പ്ലേസിനെയാണ് ഡോബ് എന്ന് വിളിക്കുന്നത്. ഇനി നാച്ചുറൽ ലെവീസ് എന്താണെന്ന് നോക്കാം. ഇത് വളരെ ലോ, ലീനിയർ ആൻഡ് പാരലൽ റിഡ്ജസ് ഓഫ് കോൾസ് ഡെപ്പോസിറ്റ് along the banks of river on both sides due to deposition action of the stream അപ്പിയറിങ് ആസ് എ നാച്ചുറൽ എംബാക്ക്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് റിവറിൻ്റെയും സൈഡുകളിൽ രൂപീകൃതമാകുന്നതായ ഒരു ഡെപ്പോസിഷണൽ ഫീച്ചറിനെയാണ് നമ്മൾ നാച്ചുറൽ ലെവീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു റിഡ്ജ് ലൈക്ക് ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ലെവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സൈഡിൽ മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ഇതൊരു റിഡ്ജ് ലൈക്ക് ഫോമിലാണ് രൂപീകൃതമാകുന്നത്. ഇതിനെയാണ് നാച്ചുറൽ ലെവീസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു ഡെപ്പോസിഷണൽ ആക്ടിവിറ്റിയാണ് ലാൻഡ് ഫോമാണ് ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിവർ
എന്താ സ്പ്ലിറ്റ് ചെയ്യാണ്, ഷാലോ ആയിട്ടുള്ള കുറേ സ്ട്രീംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന മെറ്റീരിയൽസിനെ അത് ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നത് കൊണ്ട് അവിടെ സാൻഡും ഗ്രാവൽസും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുകയും അവിടെ തന്നെ കൊണ്ടുവന്ന മെറ്റീരിയൽസ് മുഴുവനായിട്ട് ഓരോ സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ട്രീമുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ലോവർ കോഴ്സിലൊക്കെ റിവർ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ എനർജി നഷ്ടപ്പെടും, അത് കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് കൂടുതലായിരിക്കും. സോ കൊണ്ടുവരുന്ന മെറ്റീരിയൽസിൻ്റെ ഇടയിലൂടെ റിവേഴ്സ് വാട്ടർ മാത്രമായിട്ട് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രൂപീകൃതമാകുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഐലൻഡ്സിനെയാണ് നമ്മൾ എയോട്ട് എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ബ്രെയ്ഡഡ് ചാനലിനകത്ത് രൂപപ്പെടുന്ന ടെമ്പററി ഐലൻഡ്സിനെയാണ് എയോട്ട്സ് എന്ന് വിളിക്കാറുള്ളത്. ഇതിന് അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മിയാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. മിയാൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഇറോഷണൽ ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്ന ഒരു ഫോമാണ് മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മിയാൻഡേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ അതിൻ്റെ ഔട്ടർ ബാങ്കിൽ ഇറോഡ് ചെയ്യുകയും മെറ്റീരിയൽസിനെ ഇന്നർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ റിവർ അതിൻ്റെ ഔട്ടർ ബാങ്കിനെ ഇറോഡ് ചെയ്തിട്ട് ആ ഇറോഡ് ചെയ്ത മെറ്റീരിയൽസിനെ ഇന്നർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വേവി ഷേപ്പിൽ ഒരു ലാൻഡ് ഫോം അവസാനം ആകുമ്പോഴത്തേക്കും റിവറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് മിയാൻഡറിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മിയാൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്നർ ബാങ്ക് ഓഫ് എ മിയാൻഡറിനെ നമ്മൾ സ്ലിപ്പ് ഓഫ് എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഡെപ്പോസിഷൻ നടക്കുന്നതായിട്ടുള്ള ഇന്നർ ബാങ്കുകളെ സ്ലിപ്പ് ഓഫ് എന്നാണ് വിളിക്കാറുള്ളത് എന്നുള്ളതാണ്. ഇനി ഇത് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇത്തരത്തിൽ രൂപീകൃതമാകുന്നതായ മിയാൻഡേഴ്സ് ഓക്കെ പതുക്കെ അത് ഇവിടെ ഇറോഡ് ചെയ്ത് ഈ മെറ്റീരിയൽസ് മുഴുവനായിട്ട് ഈ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഒരു മേഖലയെ ഇറോഡ് ചെയ്തിട്ട് ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് ഇറോഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് റിവർ ഫോം ചെയ്യുകയും ഈ റിവറിനകത്തുള്ള മെറ്റീരിയൽസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് ഇനി അവസാനം കാണുന്ന ഈ ഒരു ഷേപ്പിലേക്ക് റിവർ മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ സ്ട്രീമിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു കട്ട് ഓഫ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാട്ടർ ഉണ്ടാവും, ഒരു ഓക്സ്ബോ ലേക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ റിവറിൻ്റെ ഏറ്റവും അവസാനം രൂപീകൃതമാകുന്ന ഒരു ഫാൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള അലൂവിയൽ ഏരിയാസിനെയാണ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അതായത് റിവർ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന അതിൻ്റെ മെറ്റീരിയൽസ് മുഴുവനായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് സൈഡ് വേസ് ആൻഡ് സീവേഡ്സിൽ എന്ത് ചെയ്യാറുണ്ട്, സ്പ്രെഡ് ചെയ്ത് കിടക്കാറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഗാൻജറ്റിക് ഗംഗ ഫോം ചെയ്യുന്നതായിട്ടുള്ള ഡെൽറ്റയാണ്. ഓക്കെ, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഫോം ചെയ്യുന്നതായിട്ടുള്ള ഡെൽറ്റയാണ് ഇത്. മലേഷ്യയെ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ളത്രയും വലിപ്പം ഈ ഒരു ഡെൽറ്റയ്ക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഡെൽറ്റകൾ തന്നെ പലതരത്തിലുള്ള ഡെൽറ്റാസ് ഉണ്ട്. ബേർഡ്സ് ഫുഡ് ഡെൽറ്റയുണ്ട്, ആർക്വേറ്റ് ഡെൽറ്റയുണ്ട്, കാസ്പേറ്റ് ഉണ്ട്. അപ്പോൾ അതിലെന്താണ് ബേർഡ്സ് ഫുഡ് ഡെൽറ്റ എന്ന് നോക്കാം. ഇത് ബേർഡ്സിൻ്റെ ഫുഡ് പോലെ കാണപ്പെടുന്ന ഒരു ഡെൽറ്റയാണ് ബേർഡ്സ് ഫുഡ് ഡെൽറ്റ എന്ന് പറയുന്നത്. മിസിസിപ്പി റിവറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ആർക്വേറ്റ് ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു ഡെൽറ്റയാണ്. ഇത് ഫാൻ ഷേപ്പ്ഡ് ഡെൽറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളതും ഇതിൻ്റെ എക്സാമ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈല്, ഗാൻജസ് ആൻഡ് മെക്കോങ് റിവർ ഡെൽറ്റാസ് ഒക്കെ ആർക്വേറ്റ് ഡെൽറ്റയ്ക്ക് ഒരു എക്സാമ്പിളാണ്. ദെൻ കസ്പേറ്റ് ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൗത്തിലുള്ള ടൂത്തിൻ്റെ പ്രൊജക്ഷൻസ് പോലെ ചില റിവേഴ്സിന് ടൂത്ത് ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും അതിൻ്റെ മൗത്തിൽ. അതിനെയാണ് നമ്മൾ കസ്പേറ്റ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഒരു റിവർ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വാട്ടർ ബോഡിയിലേക്കോ ഇപ്പോൾ സിയോ ഓഷ്യനിലേക്കോ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കസ്പേറ്റ് ഡെൽറ്റകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് സ്പെയിനിലുള്ള എബ്രോ റിവറാണ് കസ്പേറ്റ് ഡെൽറ്റയ്ക്കുള്ളൊരു എക്സാമ്പിൾ. ഇനി എസ്റ്റുറൈൻ ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റിവേഴ്സിൻ്റെ ഡെൽറ്റാസ് പാർഷ്യലി കോസ്റ്റൽ വാട്ടറുമായിട്ട് സബ്മേർജ് ചെയ്ത് കിടക്കുകയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സബ്മേർജ് ചെയ്ത് കിടക്കുന്നതിനെയാണ് എസ്റ്റുറൈൻ ഡെൽറ്റ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പം സീ ലെവലിലുള്ള റൈസൊക്കെ കാരണമായിരിക്കാം ഈ ഒരു ഡെൽറ്റ ഇത്തരത്തിൽ സീ വാട്ടറുമായിട്ട് സബ്മേർജ് ചെയ്ത് കിടക്കുന്നത്. ആമസോൺ റിവർ ഡെൽറ്റ ഇതിനൊരു എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഇത് നമ്മൾ നോക്കുന്നുണ്ട്. കസ്പേഡ് ഡെൽറ്റ, അതുപോലെ തന്നെ ആർക്വേറ്റ് ഡെൽറ്റ, ബേർഡ്സ് ഫുഡ് ഡെൽറ്റ, ഇതൊക്കെ ഒരു ഇമേജ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ട്. ഇനി ഈ ഡെൽറ്റാസ് ഫോം ചെയ്യണമെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് വേണം. ഒന്നാമത്തത് ആക്റ്റീവ് വെർട്ടിക്കൽ ആൻഡ് ലാറ്ററൽ ഇറോഷൻ ഇൻ ദ അപ്പർ കോഴ്സ്. ഓക്കെ, അപ്പർ കോഴ്സിൽ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഇറോഷൻസ് നടന്നാൽ മാത്രമാണ് മെറ്റീരിയൽസ് ഉണ്ടാവൂ എന്നുള്ളതാണ്. ദെൻ അടുത്തത് കോഴ്സ് ഷുഡ് ബി ഷെൽട്ടേർഡ്, പ്രിഫറബിൾ ടൈഡ്ലെസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ടൈഡ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. ദെൻ സീ അഡ്ജോയിനിങ് ദ ഡെൽറ്റ ഷുഡ് ബി ഷാലോ ആയിരിക്കണം. then there should be no large lakes in the river to filter off the sediments എന്നുള്ളതാണ്. അപ്പോൾ ഈ റിവേഴ്സ് വരുന്ന വഴിയിൽ അതിൻ്റെ സെഡിമെൻറ്റ്സ് ഫിൽറ്റേർഡ് ആവുന്ന പോലെയുള്ള ലാർജ് ലേക്കുകളോ മറ്റോ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ്. there should be no strong current running at right angles to the river mouth washing away the sediments എന്നുള്ളതാണ്. അപ്പം സീയിൽ നിന്നും റിവറിലേക്ക് ഒരു ഫ്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽസിനെ ഇറോഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് ദർ ഷുഡ് ബി നോ സ്ട്രോങ് കറണ്ട് റണ്ണിങ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. ഫ്ലൂവിയൽ റിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറോഷണൽ ഫീച്ചേഴ്സ് ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് രൂപീകൃതമാകുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ടാണ് നമ്മൾ പഠിച്ചു. അബ്രേഷൻ, അതുപോലെ തന്നെ സൊല്യൂഷൻ, അട്രീഷൻ, ഇങ്ങനെയുള്ള കുറേ ടേമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് യൂത്ത്ഫുൾ സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വി ഷേപ്ഡ് വാലി, വാട്ടർഫോൾസ്, കാസ്കേഡ്സ്, റാപ്പിഡ്സ്, പോർട്ട് ഹോൾസ്, ഗോർജസ്, കാനിയോൺസ് തുടങ്ങിയവയാണ്. ഇനി ഈ റിവറിൻ്റെ ഒരു മെച്യൂർ ആയിട്ടുള്ള സ്റ്റേജിൽ, ദാറ്റ് മീൻ വെർട്ടിക്കൽ ഇറോഷനും ഉണ്ട്, ലാറ്ററൽ ഇറോഷനും സംഭവിക്കുന്ന ഒരു ഫേസിൽ ഫ്ലഡ് പ്ലെയിൻസ്, നാച്ചുറൽ ലെവീസ്, മിയാൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഓൾഡ് സ്റ്റേജിലാണ് ലേക്ക്, സ്വാമ്പ്, മാർഷ്, ബ്രെയ്ഡഡ് ചാനൽ, ഡെൽറ്റ തുടങ്ങിയവയൊക്കെ രൂപീകൃതമാകുന്നത്. ഈ ഓൾഡ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും റിവറിന് അതിൻ്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചിലപ്പം ഒരു 4-5 ഇറോഷണൽ ലാൻഡ് ഫോംസോ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസോ മിക്സ് ചെയ്ത് തന്നതിന് ശേഷം ഇതിൽ ഇറോഷണൽ മാത്രം ഏതാണ്, ഡെപ്പോസിഷണൽ മാത്രം ഏതാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇറോഷണൽ ലാൻഡ് ഫോംസിൽ വരുന്നതാണ് ഐ ഷേപ്ഡ് വാലി ഓർ ഗോർജസ്, കാനയോൺസ്, വി ഷേപ്ഡ് വാലി, ഇന്റർലോക്കിംഗ് സ്പെർ, വാട്ടർഫാൾസ് ആൻഡ് റാപ്പിഡ്സ്, പോർട്ട് ഹോൾസ് ആൻഡ് പ്ലെഞ്ച് പൂൾസ്, കാട്രാക്ട്, ഇൻസൈസ്ഡ് ഓർ എൻട്രൻച്ച്ഡ് മിയാൻഡേഴ്സ്, സ്ട്രക്ചറൽ ബെഞ്ചുകൾ, റിവർ ടെറസസ് തുടങ്ങിയവ. ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസിൽ വരുന്നതാണ് അലൂവിയൽ ഫാൻസ്, ഫ്ലഡ് പ്ലെയിൻസ്, ഡോബ്, നാച്ചുറൽ ലെവീസ്, പോയിന്റ് ബാർസ് ആൻഡ് കട്ട് ബാങ്ക്സ്, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്ക്, ബ്രെയ്ഡഡ് ചാനൽസ്, ഡെൽറ്റ തുടങ്ങിയവയൊക്കെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമിൽ വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.